3 പെൺകുട്ടികൾ ഒരു സുപ്രഭാതത്തിൽ വന്നൊരു ലൈംഗിക ആരോപണം നടത്തുന്നു, ഈ ഫേസ്ബുക്ക് ഇട്ട ആളുടെ ഭാര്യ അടക്കം. അന്ന് മാധ്യമങ്ങളൊക്കെ വളരെ ഘോരഘോരം അവരെ പുകട്ടിക്കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് വന്നു. അന്നും ഞാൻ എന്റെ സ്റ്റാൻഡ് വ്യക്തമാക്കി. നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയല്ല. ഈ ലൈംഗിക ആരോപണം സത്യമാണെങ്കിൽ അത് അവർ ഏതറ്റം വരെയും ഫൈറ്റ് ചെയ്യണം. അവിടെയാണ് സ്ത്രീത്വം. ഫൈറ്റിംഗ് സ്പിരിറ്റ് ആണ് സ്ത്രീത്വം. നമ്മുടെ മുമ്പിൽ കേരളത്തിനറിയാലോ, ആക്രമിക്കപ്പെട്ട ഒരു നടി, അവരെത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായിട്ടും അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്താ പറയുന്നത്? സ്ത്രീയുടെ ലൈംഗിക ആരോപണം എന്ന് പറയുമ്പം അതൊരു സ്ത്രീക്ക് മാത്രം നേരിടുന്നതല്ല, കേരളത്തിലെ മുഴുവൻ സഹോദരിമാർക്കും ഉണ്ടാവുന്നതിന് തുല്യമാണ്. പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തക, രാഷ്ട്രീയ പ്രവർത്തക, വളർന്നു വരുന്ന തലമുറ, അതിലൊരു ലൈംഗിക ആരോപണം ഉണ്ടായ സമയത്ത് എല്ലാ മീഡിയാസും അത് സത്യമാണെന്നോ എന്താ സത്യം എന്താ അസത്യം എന്താന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആ ആരോപണം ഉണ്ടായപ്പോൾ അവർ കോടതി വരെ എത്തി. കോടതിയിൽ എന്താ ഉണ്ടായത്? ഒരു മടിയുമില്ലാതെ അത് പിൻവലിക്കേണ്ട ഗതികേട് വന്നില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അബ്ദുസമദ് പൂക്കോട്ടൂർ, ഞാൻ വനിതാ കമ്മീഷൻ മെമ്പറും കുൽസു ടീച്ചർ വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സണും ആയിരിക്കുമ്പോഴാണ് നമ്മുടെ സദസ്സിൽ ഔദ്യോഗികമായി ക്ഷണിച്ചു വന്ന ഒരു വേദിയിൽ വെച്ച് ഞങ്ങളോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞത്. അതിന്റെയൊക്കെ വീഡിയോസ് ഉണ്ട് കേട്ടോ, എല്ലാ ഹാർഡ് കോപ്പി. ഞാനിവിടെ പറയുന്നതൊന്നും ഹിയർസേ എവിഡൻസ് അല്ല, എല്ലാം എനിക്ക് നേരിട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അബ്ദുസമദ് പൂക്കോട്ടൂർ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടുന്ന് വേണമെങ്കിൽ മൈക്ക് അങ്ങോട്ടേക്ക് മാറ്റി നിർത്താൻ, ഞങ്ങളും ക്ഷണിച്ചു വന്നവരാ, വലിഞ്ഞു കയറി വന്നവരല്ല. പക്ഷെ കുൽസു ടീച്ചർ അന്ന് തന്നെ ഇറങ്ങിപ്പോയി, അപ്പം തന്നെ ഇറങ്ങിപ്പോയി, ഞാൻ ഇറങ്ങിപ്പോയില്ല. അദ്ദേഹത്തിന്റെ വീഡിയോ ഇന്നും എന്റെ മുന്നിൽ. ബഹുമാന്യനായ അബ്ദുസമദ് പൂക്കോട്ടൂർ സാഹിബിനോട് ഞാൻ ചോദിക്കുന്നു, എവിടെ പോയി നിങ്ങളുടെ ധാർമ്മികത? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വേളയിൽ വനിതകളെ മുസ്ലിം ലീഗിന്റെ വനിതാ പ്രതിനിധികൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് എവിടെ പോയി നിങ്ങളുടെ ആദർശം? ഇന്ന് കൺസോൾട്ടേഷൻ വരികയാണ്. ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് വർഗീയതയാണ്. അത് ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും. മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത്, മുസ്ലിം ലീഗിന്റെ ബൈലോ വായിക്കുകയാണെങ്കിൽ തന്നെ എന്തിനു വേണ്ടി? മൈനോറിറ്റി പൊളിറ്റിക്സിന് വേണ്ടിയാണ്. മുസ്ലിം സമുദായത്തിനും ന്യൂനപക്ഷ പിന്നോക്ക സമുദായങ്ങൾക്കും നേരിടുന്ന, അല്ലാണ്ട് മുസ്ലിം കൺസോളിഡേഷനോ മുസ്ലിം വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സ് ആയിക്കൊണ്ട് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തന രീതിയല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, എന്നിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളി ഒരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് നമ്മുടെ രാജ്യത്തിന് ആവശ്യം. ഇന്ത്യയല്ലേ, ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് മതേതരത്വം വേണ്ടതല്ലേ? അപ്പോൾ അത്ര നമ്മൾ നേരിട്ട ഓരോരോ പ്രശ്നങ്ങളുമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു വലിയ കടപ്പുറത്തുള്ള വേദിയിൽ വെച്ച് ഖമറുന്നിസ അൻവറിനെ പ്രസംഗിക്കാൻ സമ്മതിച്ചില്ല, ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ പറയാം. അതെ, ഇന്ന് എത്തി കേട്ടോ, ഇന്നിവിടെ എത്തി നമ്മൾ. ഓക്കെ, യെസ്, തീരുമാനം പറയാം. എല്ലാവർക്കും ആകാംക്ഷ, ഞങ്ങൾ നേരിട്ടത് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ. അപ്പം അല്ല, ഇന്നത്തെ സമൂഹ മാധ്യമങ്ങളിൽ ഞങ്ങളൊന്നും ചെയ്തില്ല, അതാണ് ഞങ്ങളെ പ്രകോപിപ്പിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ പറയുന്നത് നിങ്ങൾ മുനീർ സാഹിബിനെ എങ്ങനെ മാറ്റി നിർത്തി പറയാം. എന്റെ സഹോദരങ്ങൾക്ക് അറിയേണ്ടത് എന്താണ് വേണ്ടത് എന്നുള്ളത്. സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ പറയാൻ സമ്മതിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയും കാലം, ഈ 2026 ഞാൻ വനിതാ ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം ഇന്ന് ഇവിടെ വെച്ച് വിത്ത് എഫക്റ്റീവ് ഒഴിയുകയാണ്. എന്നിൽ അർപ്പിച്ച എല്ലാ ദൗത്യങ്ങളും അതിമനോഹരമായി നിർവഹിച്ചു. കാരണം സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടി എന്നോട് പറഞ്ഞത് ഞങ്ങൾ വിന്നബിലിറ്റി സീറ്റാ നോക്കുന്നതെന്ന്. വിന്നബിലിറ്റി എന്താണ്? സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണങ്ങളാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്കറിയാം, 2 ദുരന്തങ്ങളാണ്. ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെ രണ്ടാമത് വന്നൊരു ദുരന്തം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ ബൈഡൻ ആയിരുന്നെങ്കിൽ ആ ബൈഡനെ ബുദ്ധിയില്ലാന്നും മറ്റും പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഓളങ്ങളിലൂടെ സൃഷ്ടിച്ചുകൊണ്ട് കമലാ ഹാരിസിനെ പുറത്തിറക്കി ട്രംപ് അധികാരത്തിലേറി വന്നു. ആ ട്രംപിനെ കൊണ്ട് ഇന്ന് അമേരിക്കയും ബുദ്ധിമുട്ടാ, ലോകരാജ്യങ്ങൾ മുഴുവൻ ബുദ്ധിമുട്ടാ. നമ്മുടെ കൊച്ചു കേരളത്തിലൊരു സമൂഹ മാധ്യമങ്ങളിലൂടെ വിജയിച്ചു വന്നൊരു MLA ഉണ്ട് നമുക്ക് പാലക്കാട്. ആ MLA നിർത്തുമ്പോഴും ഇതേപോലെ തന്നെ നിർത്തരുത് എന്ന് പാർട്ടിക്കകത്ത് അതിശക്തമായിട്ട് പറഞ്ഞിരുന്നു. പക്ഷെ എന്താ, സമൂഹ മാധ്യമങ്ങളിലെ താരങ്ങളാണ്, സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് അവർക്ക് സഞ്ചരിക്കുന്നത്.
അതിലൂടെ വിജയം കരിക്കാം. പക്ഷെ ആ MLA വിജയിച്ചു വന്നിട്ട് കേരളത്തിലെ സ്ഥിതി എന്താണുള്ളത്? കേരളത്തിലെ സ്ഥിതി ഒരുപാട് സ്ത്രീകളുടെ കണ്ണീര് കുടിക്കേണ്ടി വന്നു. യെസ്, ഇല്ലല്ല, പാർട്ടി ഇവിടെ ഇല്ലല്ലോ. പാർട്ടി എനിക്കല്ലേ, എനിക്ക് ഏത് പാർട്ടിയിലും പിന്നെ നൂർബിന റഷീദ് സാധാരണ രാഷ്ട്രീയക്കാരിയല്ല. വനിതാ ലീഗിന്റെ ദേശീയ സെക്രട്ടറി സ്ഥാനം ഞാനിത് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ എന്റെ നേതൃത്വത്തിന് മെയിൽ ചെയ്യുന്നത്. ഓ, സംസ്ഥാന കമ്മിറ്റി ഇല്ല, അത് 2018 ഞാൻ ഒഴിഞ്ഞിരുന്നു. ദേശീയ കമ്മിറ്റി അതില്ല, ഞങ്ങൾ വെറും ക്ഷണിതാക്കൾ മാത്രമാണ്. അത് ഈ പാർട്ടി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സെക്രട്ടേറിയറ്റ് എന്ന് പറയും, ഇടക്ക് ക്ഷണിതാക്കൾ എന്ന് പറയും. എന്താണെന്ന് അവർ തീരുമാനിക്കട്ടെ. ലീഗ് മെമ്പർഷിപ്പ് ഇത് എന്റെ ഈ കൊല്ലത്ത് അവർ തരാൻ നിഷേധിക്കുമെന്ന് എനിക്കറിയില്ല. 2022 മെമ്പർഷിപ്പ് എന്റെ കയ്യിലുണ്ട്, അത് തുടരും. നാളത്തെ സ്ഥിതി ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ലീഗായിരിക്കും. കാരണം അതുകൊണ്ട് തന്നെയാണ് നാളെ എന്നുള്ള വിശ്വാസത്തിലല്ല ഞാൻ ഇത്രയും കാലം ജീവിച്ചത്, ഇന്നുകളിലാണ് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാൻ നാളെ ഇല്ലെങ്കിലോ, അതുകൊണ്ട് ഇന്നുകളിൽ ഞാൻ പറയുന്നു. യെസ്, ചോദിക്കാം. അല്ല, ജനങ്ങളാണ്, ജനാധിപത്യത്തിൽ ജനങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത്. അല്ല, സോഷ്യൽ മീഡിയ പ്രളയങ്ങളല്ല വനിതാ എന്നല്ല, ഏത് സ്ഥാനാർത്ഥികളും നിയമസഭയിലേക്കാണ് പോകുന്നത്. നിയമസഭയിൽ പോകുമ്പോൾ പ്രദേശത്തിന്റെ വികസനം, ജനങ്ങളുടെ ക്ഷേമം, മറ്റു കാര്യങ്ങൾ. ഇപ്പൊ പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥി ഒരു 5 കൊല്ലം കോർപ്പറേഷനിൽ നിന്നിട്ട് അവര് തെളിയിച്ച് കാണിക്കട്ടെ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ. അങ്ങനെ തലമുറ മാറ്റം വേണമെന്നുണ്ടെങ്കിൽ അഫീഫ, ഒരുപാട് റുമൈസ, ഒരുപാട് കുട്ടികളുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ജില്ലാ ഡിവിഷനിൽ കടലുണ്ടിയിൽ ആ സ്ഥാനാർത്ഥിക്ക് അല്ല വ്യക്തി എന്ന് പറയുന്നത്, ആ സ്ഥാനാർത്ഥിക്ക് കുഴപ്പം എന്തെന്ന് വെച്ചാൽ അവർ കുറ്റിച്ചിറയിലെ കൗൺസിലറാണ്. അത്രക്കും ലീഗിലോ യുവാക്കളിലോ യുവതികളിലോ എണ്ണം കുറവുണ്ടോ? ഓ, അവർക്കെതിരെ പ്രശ്നത്തിൻ്റെതല്ല പ്രശ്നം. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അയോഗ്യതയായി കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഹരിത എന്ന വിവാദം സൃഷ്ടിച്ചവരാണ്. അതെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മൂല്യങ്ങളില്ലേ. ഇത്രയും കാലത്തിന്റെ ഇടയിൽ പാണക്കാട് കുടുംബങ്ങളെ ഇത്ര അധികം മോശമായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തോട് ഞങ്ങൾക്ക് മനസ്സുകൊണ്ട് യോജിക്കാൻ പറ്റില്ല. അതെ, അതുകൊണ്ടാണ് ഞങ്ങളെ വിയോജിപ്പ് പറയുന്നത്. ഞങ്ങൾ കൊടുക്കരുത് എന്ന് ആദ്യേ ഞങ്ങളുടെ വിയോജിപ്പ് പറഞ്ഞിരുന്നു. തങ്ങന്മാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. ഞങ്ങൾ ആ പാണക്കാട് കുടുംബത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവരാണ്. ലോകത്താരും തങ്ങന്മാർക്കെതിരെ സംസാരിച്ചിട്ടില്ല. പാർട്ടി സാദിഖലി തങ്ങളെ 4ാം ഖലീഫ എന്ന് വിളിച്ചത്. നിങ്ങൾക്ക് ഇന്ന് വിരലിട്ടാൽ അതൊക്കെ കിടകിടന്ന് പറഞ്ഞ് വരും. പഴയ കാലമല്ല, പ്രിന്റ് മീഡിയ ആണെങ്കിൽ നമുക്ക് നിഷേധിക്കാം. ആർക്കാണ് PK നവാസിനെതിരെ അല്ല, തങ്ങളെയും തങ്ങളെ 4ാം ഖലീഫ എന്നാ വിളിച്ചത്. അപ്പൊ 4ാം ഖലീഫനെയും മോശമാക്കി പറഞ്ഞു, തങ്ങളെയും മോശമാക്കി പറഞ്ഞു. എന്നാൽ അതിൽ ഉറച്ചു നിൽക്കണ്ടേ? ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി ഏതറ്റം വരെയും ആ പരാതിയുമായി കേസ് നടത്തി മുന്നോട്ട് പോകണ്ടേ? ഭീഷണിപ്പെടുത്താന്നല്ല. കാരണം ഞാൻ പറയാം, കുനാൽ സാഹിബ് നേരെ ചൊവ്വയിൽ പറഞ്ഞു, ജോണി ചോദിച്ചപ്പം പറഞ്ഞു ഹരിതയുടെ കുട്ടികളെ കൊടുക്കുമെന്ന്. അപ്പം പറഞ്ഞു ഇല്ല, അവരെയൊക്കെ ഓരോ സ്ഥലത്ത് ഇരുത്തിയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ല, നിങ്ങളുടെ മീഡിയ ചാനലിലുള്ള ലൈവാണ്. ലൈവല്ല, അവിടെ ഉണ്ട് ജോണിയുടെ. അത് കഴിഞ്ഞ് ഞാൻ പല പ്രാവശ്യം കുനാൽ സാഹിബിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ തഹലിക്ക് കൊടുക്കുന്ന ഇല്ല, തഹലിയ വരില്ല. പല പ്രാവശ്യം മലപ്പുറം ജില്ലയിലുള്ള പലരും എനിക്ക് ഫോട്ടോസ് ഇട്ട് വന്നു. നൂർബിൻത, ഇവര് നോക്കിയ ഡെയിലി പാണക്കാടും അവിടെ എത്തുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ മിണ്ടാണ്ടിരുന്നാ പറ്റോ? ഞാൻ കുനാൽ സാഹിബിനോട് ചോദിച്ചു, വനിതാ ലീഗ് അവിടെ വന്ന് ഇന്ന് വരെ സ്ഥാനാർത്ഥി നിർണയ വേളയിലോ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലോ ഒരു വനിതകൾ പോലും പാണക്കാടോ നേതാക്കന്മാരുടെ വീടുകളിലോ പോയി പറയാറില്ല.